ചെറുതായി കണ്ടുകൂടാ ചെറുധാന്യങ്ങളുടെ ഗുണം. ചാമ, റാഗി, തിന, വരക്, ചോളം തുടങ്ങി 10ലധികം മില്ലറ്റുകളുടെ ഒരു സംയുക്തം ജീവൻ മില്ലറ്റ് ഫുഡ്സ്. ദോശ, ഇഡ്ലി, അപ്പം തുടങ്ങി സ്വാദിഷ്ടമായ വിഭവങ്ങൾ ഉണ്ടാക്കാൻ ജീവൻ മില്ലറ്റ് മിക്സ് പൗഡർ. മലയാളിയുടെ ഭക്ഷണ രീതിക്ക് ഒരു തിരുത്ത്. ജീവിതശൈലി മാറ്റത്തിന്റെ രഹസ്യം. ഇന്നു മുതൽ ശീലമാക്കൂ പുതിയ ജീവൻ മില്ലറ്റ് ഫുഡ്സ്. ഞാൻ രാജിവെക്കേണ്ട കാരണം, ഞാനിവിടെ 10-15 വർഷമായിട്ട് ബൂത്ത് പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പം ഞാൻ കർഷക കോൺഗ്രസ് വായക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റാണ്. അങ്ങനെ ഈ കഴിഞ്ഞ കാലത്ത് ഞാൻ ബൂത്ത് പ്രസിഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ 11ാം വാർഡിലാണ്. അന്നും ഇതേമാതിരി ഒരു ടൈമിൽ റുക്കിയ അഷ്റഫ് മത്സരിച്ച സമയത്തും ഒന്നാമത് ഖാലിദ് മത്സരിച്ച് വലിയ പേര് ഇതേമാതിരി ഗ്രൂപ്പായിട്ട് ഇങ്ങനെ പ്രവർത്തിച്ച. അതിന് ശേഷം കഴിഞ്ഞ പ്രാവശ്യം അയ്യപ്പൻകുട്ടി ആ വാർഡ് പിടിച്ചെടുത്തു. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആധിപത്യമുള്ള ഒരു വാർഡായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ സമയത്ത് തത്തങ്ങോട്ട് ഭാഗത്തുനിന്ന് കുറച്ച് ലീഗിൻ്റെ വോട്ടുകൾ ഈ 11ാം വാർഡിലേക്ക് പോന്നിട്ടുണ്ട്. എന്നിരുന്നാലും അവിടെ ഇപ്പോൾ UDFൻ്റെ വാർഡ് പ്രസിഡന്റ്, അതുപോലെ ലൈസൻസ് കമ്മിറ്റി മെമ്പർ, DCC മെമ്പർ എന്ന് ഇവരോടുള്ള പ്രത്യേകമായിട്ടാണ് ഞാൻ ഇതുമൂലം UDF സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതുകൊണ്ട് ഞാൻ രാജിവെക്കാൻ കാരണം. ഇത്രയും പ്രയാസങ്ങൾ അതുകൊണ്ടാണ് നമുക്ക് സഹിക്കാൻ കഴിയില്ല. കാരണം വെച്ചാൽ ഘടക കക്ഷികളെ പോലല്ലാതെ അപ്പുറത്തെ LDFൻ്റെ വോട്ട് പോലും കിട്ടിയിട്ടും അവിടെ പരാജയപ്പെടാൻ കാരണം സ്വന്തം ഈ അണിയലിൽ ശക്തമായി പ്രവർത്തിച്ച് അവർ അയ്യപ്പൻകുട്ടീനെ തോൽപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധമുണ്ട്. അതേമാതിരി 19ാം വാർഡിൽ സുനൂബിയ തോൽക്കാനും കാരണം ഇതേമാതിരി പ്രവർത്തിച്ച കോൺഗ്രസ്സുകാർ. അതുകൊണ്ട് ആ പാർട്ടിയിൽ അങ്ങനെ ആകുമ്പം നമുക്ക് പ്രവർത്തിക്കാൻ താല്പര്യമില്ല. കാരണം സ്വന്തം അണികൾ തന്നെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ പിന്നെ ആ പാർട്ടി നമ്മൾ പ്രവർത്തിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ആ ഒരു പ്രയാസം കൊണ്ടാണ് ഞാൻ രാജിവെക്കാൻ തീരുമാനിച്ചത്. വാഴക്കാട് ചാലിയപ്പുറം വാർഡിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി അയ്യപ്പൻകുട്ടിയെ തോൽപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് KP മുഹമ്മദ്. ദീർഘകാലം വാർഡ് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന ഇദ്ദേഹം ഇപ്പോഴും കർഷക കോൺഗ്രസ് ജില്ലാ ഭാരവാഹിയാണ്. ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ നിറസാന്നിധ്യമായ അയ്യപ്പൻകുട്ടി കഴിഞ്ഞ ഭരണസമിതിയിൽ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷനായിരുന്നു. LDF കോട്ട പിടിച്ചെടുത്താണ് അന്ന് അയാൾ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. തുടർന്ന് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച അയ്യപ്പൻകുട്ടിയുടെ വാർഡ് വിഭജനത്തിൽ ചെറിയ മാറ്റമുണ്ടായി. LDFന് 900-ലേറെ വോട്ടും UDFന് 350-നടുത്ത വോട്ടുമാണ് ഇവിടെയുള്ളതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. എന്നാൽ അയ്യപ്പൻകുട്ടി 43 വോട്ടിനാണ് തോറ്റത്. തൻ്റെ ജീവകാരുണ്യ പ്രവർത്തനം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിച്ച് വാർഡ് നിലനിർത്താനുള്ള അയ്യപ്പൻകുട്ടിയുടെ പരിശ്രമം വാർഡിലെ കോൺഗ്രസ് നേതാക്കൾ പാരവച്ച് തോൽപ്പിച്ചു എന്നാണ് ഇപ്പോൾ ആരോപണം വരുന്നത്. കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി തന്നെ അയ്യപ്പൻകുട്ടിക്കെതിരെ പ്രവർത്തിച്ചു എന്ന് ഇവർ തുറന്നു പറയുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ രാജി. ചാലിയപ്പുറം കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ്, ബ്ലോക്ക് ട്രഷറർ, ലൈസൻസ് കമ്മിറ്റി മെമ്പർ, DCC മെമ്പർ എന്നിവർ ചേർന്നാണ് കോൺഗ്രസിൻ്റെ തന്നെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചതെന്ന് മുഹമ്മദ് കുട്ടി സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിച്ച വാർത്താക്കുറിപ്പിൽ എടുത്തു പറയുന്നുണ്ട്. ഇതിനെതിരെയെല്ലാം കർശന നടപടികൾ വേണമെന്നും അദ്ദേഹം പറയുന്നു. UDF വലിയ മുന്നേറ്റം നടത്തിയ വാഴക്കാട് പഞ്ചായത്തിലെ 4 വാർഡുകളാണ് LDF നേടിയത്. ഇതിൽ 3 കോൺഗ്രസ് മത്സരിച്ച വാർഡുകളാണ്. ഒരു വാർഡ് മുസ്ലിം ലീഗുമായിരുന്നു മത്സരിച്ചത്. LDFൻ്റെ കൈവശമുള്ള ഊർക്കടവ് വാർഡും അനന്തായൂർ വാർഡും UDF തിരിച്ചു പിടിച്ചപ്പോൾ UDFൻ്റെ കൈവശമുള്ള 3 വാർഡുകളാണ് ഗ്രൂപ്പ് കളിച്ച് നഷ്ടപ്പെടുത്തിയത്. 19ാം വാർഡ് നൂഞ്ഞിക്കരയിൽ വാർഡിന് പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കിയതിനെതിരെ കോൺഗ്രസ് മണ്ഡലം നേതാക്കളെ വാർഡിലുള്ള UDF പ്രവർത്തകർ ബന്ധപ്പെട്ടിരുന്നെങ്കിലും ആക്ഷേപം കേൾക്കാൻ പോലും ചെവികൊണ്ടില്ലെന്ന പരാതിയുമുണ്ട്. ന്യൂസ് 10 എടവണ്ണപ്പാറ. വാർത്തകൾ നേരത്തെ അറിയാൻ Facebook പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.